ഹലോ, നമ്മൾ ഇന്ന് ഇവിടെ ഒരു പുൽക്കൂട് കെട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ പുൽക്കൂട് കെട്ടാനുള്ള സംഭവങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ തോന്നുന്നു റെഡിമെയ്ഡ് പുൽക്കൂട് വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ പുല്ലിൻ്റെ ഇടയിൽ ചെടിയുടെ ഇടയിലാണ് നമ്മൾ കെട്ടാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് വയറൊക്കെ ഉണ്ട്, കണ്ട ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പുൽക്കൂട് കെട്ടാൻ പോണത്. അല്ലെങ്കിൽ അവിടെ കെട്ടായിരുന്നു, മഴ പെയ്തെന്നാണ്. അതാണ് ഇവിടെ കെട്ടണം. മഴ പെയ്യും. അപ്പം ഇന്ന് ഇവിടെ സമാധി, വസന്ത സമാധി. ഇവിടെ പുൽക്കൂടൊന്നും കെട്ടണില്ല. ഇതിന്റെ അതാണ് ഇന്ന് മറ്റേ വേറൊരു സമാധി കെട്ടിയില്ലേ ഒരാളാ, അതേ കണക്ക് ഇന്ന് ഇവിടെ തുണിയല്ലിൽ ഒരു സമാധി കെട്ടും. അപ്പൊ നമുക്ക് കാടും മേടും താണ്ടി നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പുല്ല് പറിക്കാനൊന്നും വയ്യ. അതുകൊണ്ട് നമ്മൾ വയ്യാത്തോണ്ടല്ല, ഇവിടെ ഇല്ല പുൽക്കൂട് പറിക്കാനുള്ള. പണ്ട് വയലുണ്ടായിരുന്നു, ഇപ്പൊ വയലൊക്കെ പട്ടുപോയി. വയല് പട്ടുപോയിരുന്നു. അപ്പൊ നമ്മള് കൂട് റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ട്, അത് സെറ്റ് ചെയ്യണത് ഞാനാണ്. ഈ ഊച്ചാളിയല്ല സെറ്റ് ചെയ്യണത്. എന്തൊക്കെ ഓ, ഇതാര് കന്നാസും കടലാസില്ല കടലാസ. ഇത് കോഴിക്കൂടുണ്ടാക്കണല്ലേ അത്, പുൽക്കൂട്. റെഡിമെയ്ഡ് പുൽക്കൂട് എന്റെ കൊച്ചാണ് ഇവിടെ സഹായിക്കുന്നത്. ഇറങ്ങി പോണേ ചെയ്യാണ്ട്. ഇത് കോഴീന്റെ പാത്രം ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കൊച്ചാണ് ഇവിടെ എന്നെ സഹായിച്ചോണ്ടിരിക്കണ. എന്റെ അടുത്ത് നോക്കിയിട്ട് കോഴിക്കൂട് ഉണ്ടാക്കണം. അവൻ നിക്കറ് അവൻ തനിയെ ഇടണതാണ്. പോക്കറ്റ് തന്നെ ഫ്രണ്ടില് പാഷൻ ന്യൂ പാഷൻ. ആരാ നിക്കറിട്ടെ? ആരിട്ടെ? അമ്മയെന്ന് ഞാൻ തന്നെ നിനക്ക് തലയിരിച്ച് വിട്ട് കറണാനൊക്കെ. അല്ലേലേ അമ്മ തല തിരിഞ്ഞ്. അതിനകത്ത് 2 മക്കളും. ഇവിടെ മൊത്തം ഉറുമ്പ്. ഉറുമ്പിനെ കൊണ്ട് ശല്യമാണല്ലേ. ഇടാൻ വീഡിയോ ഇല്ല, അതുകൊണ്ടാണ് ഇതാ ടപ്പനെ ഇങ്ങ് കയറിയത്. ഇല്ലെങ്കിൽ ഈ അമ്മച്ചി ആ റൂമിൽ നിന്ന് ഇറങ്ങൂലായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ വന്ന് വാനു ചെയ്യാന്ന് നിർബന്ധിക്കാം. അപ്പൊ നമ്മള് പുൽക്കൂട് ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു വ്ളോഗർ ഉണ്ട്, എല്ലാത്തിന്റെ ഇളവി കിടക്കല്ലേ അറിയാലോ. ഇവിടെ ലൂസ് മോഷൻ ആണ്. ഇവിടെ ഒരു കറച്ചട്ടി റാണിയുണ്ട്, വെളിയിറങ്ങൂല. കറച്ചട്ടിക്ക് അടിച്ച് കൊന്നളയും. റിപ്പർ കറച്ചട്ടി എന്നാണ് പേരിടാൻ പോണേ. ഇതിങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കണാണ്. നമുക്ക് ഇവിടെ വയലുണ്ട്, വയലിൽ പോയി പുല്ല് പറിക്കാൻ പറ്റൂല. മുടുക്ക് വയലും കാടാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തോണ്ടിരുന്ന പണ്ടൊക്കെ. അമ്മ കോഴിക്കോട് ഉണ്ടാക്കുന്ന കോഴിക്കൂട്. ഞാൻ കോഴിക്കൂട് തന്നെ ഉണ്ടാക്കുന്നത്. കോഴിക്കൂടല്ല, പുൽക്കൂട് പറയാ. നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നു. നമുക്കിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യണം. ചെടിയൊക്കെ പറിച്ച് കളഞ്ഞാണോട്ട്. ഇല്ല, അപ്പൊ അവിടെ എന്തെങ്കിലും വെച്ചിട്ട് സെറ്റ്. നമ്മളിവിടെ പുൽക്കൂട് വെക്കാൻ പോവുകയാണ്. അതെ അതെ, പുൽക്കൂട് ഉണ്ടാക്കിയത് ഞാൻ. സോ വാട്ട് ആരുണ്ടാക്കിയാലും സോ വാട്ട്. മോളെ പേടിച്ചിട്ടൊക്കെ മോളുണ്ടാക്കിയെന്ന്. നമ്മുടെ സച്ചു എൻട്രി ആയിരിക്കുകയാണ്. എവനാണ് ഈ കോൺട്രാക്ട് വർക്കിന്റെ മാനേജറിന്റെ താഴെ ഉള്ളത്, അല്ല മാനേജറിന്റെ താഴെ ഉള്ളത്. അവനാണെങ്കിൽ എല്ലാം ചെയ്യും കേട്ടാ. പ്ലംബിങ് ചെയ്യും അവൻ, എല്ലാ ജോലിയും ചെയ്യും അവൻ. കുക്കിംഗ് ചെയ്യും, എല്ലാം ചെയ്യും. അതിൻ്റെ ഒരു എഫേർട്ടുള്ള ഒരു കൊച്ചാണിത്. ചേച്ചി എന്ന് പറയണത് ഈ ചെറുപ്പത്തിൽ തന്നെ അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് കുക്കിംഗ് ആയാലും എല്ലാം അവൻ എല്ലാം ചെയ്യും. ഒരു ഗുഡ് ബോയ് ആണ്. അപ്പം വന്ന് കയറുന്ന പെങ്കൊച്ചിന് എന്തിന് ഭയങ്കര ഹെൽപ്ഫുൾ എന്നൊക്കെ നമ്മൾ പറയൂലേ. പെമ്പിള്ളേരും എല്ലാം ഉണ്ടെങ്കിൽ ഈ ചെറുക്കന് നോക്കണമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം. നല്ല ഹാർഡ് വർക്കുള്ള പയ്യനാണ്, ജോലിയൊക്കെ ചെയ്യും, വീട്ടിൽ ജോലി. അതിന് നാണം ഈ ഉള്ള സാധനത്തിനെ കൊണ്ട് പോയെന്ന്. അപ്പൊ എന്താ കിളയി വീഴും. നമുക്ക് വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം. അല്ല, അവിടെ തന്നെ സെറ്റ് ചെയ്യാം, വേറെ എന്തെങ്കിലും വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മളെ ക്യാമറാമാൻ പൊന്നുവാണ് ഇനി അടുത്തത്.
ബെസ്റ്റ് ആക്ടിവിറ്റീസ്. ഒരു മേടം എണീക്കൂല, കസാരയിലിരുന്നേ എടുക്കുള്ളൂ. കസാരയുടെ പുറത്ത് അല്ലെങ്കിൽ വണ്ടിയുടെ പുറത്ത്, അല്ലാതെ ഒരു മേടം വീഡിയോ എടുക്കുക. നമ്മളിവിടെ പുൽക്കൂടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയേശു ഇല്ല. അപ്പൊ ഇവിടെ ഒരാളുണ്ട്, ആളെ കയറ്റിരുത്താന്നാണ് വിചാരിക്കണത്. ഇതിന്റെ ഭർത്താവിന് കയറ്റി വെക്കാം. ഹലോ, പുൽക്കൂടില്ലാത്ത ഉണ്ണിയേശു ഇല്ല. ഉണ്ണിയേശു വന്നാലേ അത് വെക്കാൻ പറ്റുള്ളൂ. ഓ, അവിടെയൊക്കെ വെക്കാണ്ടാടാ. ഹസ്ബൻഡിനെ പറഞ്ഞപ്പോ പിടിച്ചില്ല. ഇന്ന് വാങ്ങിച്ചത്. ഇത് നല്ല രസമുണ്ട് കാണാൻ, അതുകൊണ്ട് ഇത് നമ്മൾ ഫസ്റ്റ് ഇടാം. ഇല്ല, നീ രണ്ടാമ വാങ്ങിച്ചിട്ട് വാ. അത് എന്തിനാണ്? അപ്പം ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ്. ഞാൻ എന്നെ കൊണ്ട് പറ്റണ രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലൈറ്റ് ഒന്നും ഇട്ടില്ല, ലൈറ്റൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് പിന്നെ സെറ്റ് ചെയ്ത് എല്ലാവർക്കും അതിൻ്റെ വീഡിയോ ഇടാം. പിന്നെ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. പോയി കിടന്നൊക്കെ ഉറങ്ങി. ഓക്കെ, ബൈ ബൈ.